നിസ്കരിക്കാത്തവന് എന്ത് ബഹുമാനമാണ്, എന്ത് സ്ഥാനമാണ് അവർക്ക് ദീനിലുള്ളത്, എന്ത് സ്ഥാനമാണ് അവരെ ഈമാനിനുള്ളത്. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാത്തവർക്ക് എന്തെങ്കിലും ബഹുമാനമുണ്ടോ? ഒരു ബഹുമാനവും കണക്കാക്കാനില്ല. നിസ്കാരത്തിൽ ഭക്തി വേണം, ഭക്തിപൂർവം നിസ്കരിക്കണം. നിസ്കാരത്തിലല്ല മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തേണ്ടത്. ഭക്തി എന്ന് പറയുമ്പോ മാനസികമായിട്ട് ഭക്തിയുള്ള ആളെ നിസ്കാരമാണെങ്കിൽ അവന്റെ അവയവങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാകും. കൈ വെക്കേണ്ടിടത്ത് വെക്കണം, കാല് വെക്കേണ്ടിടത്ത് വെക്കണം, മുഖം വെക്കേണ്ടിടത്ത് വെക്കണം. ഓരോ അവയവങ്ങളും എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കണം. അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല. നിസ്കാരത്തിൽ എത്തിയിട്ടല്ല ബാക്കി എല്ലാ സംഗതികളും ശരിയാക്കേണ്ടതിന് മുമ്പാണ്. നിസ്കാരത്തിലെത്തിയിട്ട് കൈയും കാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും മറിഞ്ഞും പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഭക്തി ഇല്ല. നിസ്കാരത്തിൽ ഒരു സ്വഹാബി ഇങ്ങനെ താടി ഇങ്ങനെ പിടിച്ചിങ്ങനെ ശരിയാക്കുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ ഖശഅ ഖൽബു ഹാദാ ലഖശഅത് ജവാരിഹു. ഈ സ്വഹാബിയുടെ ഖൽബിന് ഖുശൂ ഉണ്ടായിരുന്നെങ്കിൽ, മനസ്സിന് ഹൃദയത്തിന് ഭക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അവയവങ്ങൾക്കും ഭക്തി ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവയവങ്ങളുടെ ഭക്തി ഖൽബിന്റെ ഭക്തിയുടെ തെളിവാണ്. കൈ ഇങ്ങനെ കിട്ടിയാൽ ആ കെട്ടിയെടുത്ത് വെക്കണം അവിടെ കൈ. പിന്നെ അനങ്ങാൻ പാടില്ല. ചൊറി വന്നാലും മുറി വന്നാലും അങ്ങോട്ട് ചെരിഞ്ഞാലും ഇങ്ങോട്ട് ചെരിഞ്ഞാലും, കുപ്പായ ശരിയാക്കാനും തുണി ശരിയാക്കാനും ജുബ്ബ ശരിയാക്കാനും തലക്കെട്ട് ശരിയാക്കാനും മൂക്ക് ശരിയാക്കാനും കാത് ശരിയാക്കാനും ഒന്നിനും കൈ അനങ്ങാൻ പാടില്ല. ഒരൊറ്റക്കെട്ടിൽ അവിടെ വെച്ചു. എവിടെയാണോ ഓരോ അവയവങ്ങളും വെക്കേണ്ടത് അത് അവിടെ തന്നെ വെക്കണം. അവിടുന്ന് അനങ്ങാതെ നിൽക്കണം. അത് നിസ്കാരത്തിലുള്ള ശ്രദ്ധയുടെ തെളിവാണ്. ആ ശ്രദ്ധ അങ്ങനെ കിട്ടിയതെങ്ങനെ? ഖൽബിന്റെ ഭക്തി കൊണ്ടാണ്. നോട്ടം നോക്കേണ്ടിടത്തേക്കാണ് നോക്കേണ്ടത്. ഒരൊറ്റ പോയിന്റും അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം മാറ്റി പോകരുത്. സുബ്ഹാനല്ലാഹ്, മേലോട്ട് നോക്കിയപ്പോഴല്ലേ നബി